ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിയോസ് സ്റ്റോക്സ്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ രണ്ട് മോഡലുള്ള നെക്ലസിന്റെ ഡിസൈൻസ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആ രണ്ട് മോഡൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്ന് വെച്ചാൽ നമ്മൾ കെമ്പിന്റെ മോഡലും അതുപോലെ തന്നെ കെമ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ട്രഡീഷണൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന പൈപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു മാലയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ മദർ പേളും വിക്ടോറിയൻ ബീഡ്സും വാട്ടർ പേളും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മാലകളാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഒരു മാല കോർക്കുന്നത് അതുപോലെയാണ് നമ്മൾ ഈ മാലയും കോർക്കാൻ വേണ്ടി പോകുന്നത്. മുത്തുകൾക്ക് കുറച്ച് വ്യത്യാസം മാത്രമേ വരുത്തുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇത് 2 ലെയർ ആയിട്ടുണ്ടാക്കാം, 3 ലെയർ ആയിട്ടുണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി, ആ ഒരു യുക്തിക്കനുസരിച്ച് നമ്മളങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡോരിയിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബാക്ക് ചെയിനൊക്കെ വെച്ച് കുറച്ച് ഭംഗിയൊക്കെ ചെയ്യാം. ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ്ലി ഞാൻ ഡോരിയുമായിട്ട് ഗിയർ വയർ വെച്ച് ഗിയറിലൊക്കെ അറ്റാച്ച് ചെയ്ത് പോവുകയാണ്. പിന്നെ എടുത്തിരിക്കുന്ന ആ ഒരു ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് ആദ്യം ഒരു പ്ലേറ്റഡ് ബീഡ്സ്, പിന്നെ വാട്ടർ പേളാട്ടോ ചുമന്നിരിക്കുന്ന ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ആ ഒരു യെല്ലോ കളറിൽ ഇറഗുലർ ഷേപ്പിലിരിക്കുന്ന ആ ഒരു ബീഡ് എന്ന് പറഞ്ഞേക്കുന്നത് മദർ പേളാണ്. പിന്നെ ആ ഒരു ഡിസൈൻ പോലെ ഇരിക്കുന്ന ആ ഒരു ബീഡ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ വെക്കുന്ന ഒരു ബീഡ്, അത് വിക്ടോറിയൻ ബീഡ്സ് ആണ്. അപ്പം മദർ പേളിന് ഏകദേശം സ്റ്റാൻഡിന് 320 അപ്പം നിങ്ങൾ നല്ല മദർ പേൾ നോക്കി വാങ്ങിക്കുക. കാരണം അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വിൽക്കുമ്പോൾ, നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുമ്പോഴും അതിനനുസരിച്ച് റേറ്റ് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പ്രോഡക്റ്റൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴും നല്ല രീതിയിൽ ഉണ്ടാക്കി വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡാമേജ് ഒന്നും വരുത്താതെ നല്ല രീതിയിൽ ഉണ്ടാക്കി വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു മാല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഓർഗൻസ പോലുള്ള സാരിയുടെ കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ, ഗോൾഡൻ കളറിലെ ഓർഗൻസ പോലത്തെ സാരിയുടെ കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പട്ടുസാരിയുടെ കൂടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെറൈറ്റി ആയിട്ട് നിന്നോളും. കാരണം ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഒരു മോഡൽ ഞാൻ വേറൊരു വെബ്സൈറ്റിൽ കണ്ടതാണ്. അപ്പം അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്, ഈ ഒരു വിക്ടോറിയൻ ബീഡ്സൊക്കെ വെച്ചിട്ട്. അപ്പം നിങ്ങൾ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പം കളർ പോകുന്നതും ഒക്കെ കാണുമായിരിക്കും. അപ്പം അതൊന്നും അങ്ങനത്തെ ഒന്നും നോക്കാതെ കുറച്ച് വില കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, ക്വാളിറ്റി ഉള്ള ബീഡ്സ് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മൾ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പം നമുക്ക് തരുന്ന പൈസയാണല്ലോ, അപ്പം ആ പൈസയ്ക്ക് നമ്മൾ എപ്പോഴും വാല്യൂ എപ്പോഴും നമ്മൾ കൊടുക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ മെറ്റീരിയലിന് വില കൂടിയെന്ന് പറഞ്ഞാലും ജസ്റ്റ് നമ്മൾ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് വാങ്ങിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആൾക്കാർ എന്തായാലും അത് വാങ്ങിച്ചുകൊണ്ട് പോകും. കാരണം ഈ ഒരു ബിസിനസ് എന്നൊക്കെ പറയുന്ന ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം, അങ്ങനത്തെ ഒരു സംഭവമല്ലേ. അപ്പം ആ ഒരു വിശ്വാസം നമ്മൾ നേടിയെടുത്തൊക്കെ ഇപ്പം നമുക്ക് ഒരു കസ്റ്റമറേ ഉള്ളെങ്കിൽ ആ ഒരു കസ്റ്റമറെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വിൽക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ മാത്രം മതി എന്നങ്ങ് വിചാരിക്കുക. ബാക്കിയുള്ളവർ പതുക്കെ പതുക്കെ താനേ വന്നോളും. ഇപ്പം നമ്മൾ ഈ ഹാൻഡ് മെയ്ഡ് ബിസിനസ്സുകളൊക്കെ ആണെങ്കിലും പെട്ടെന്നൊന്നും അങ്ങനെ വളർന്നു വരുന്നൊരു സംഭവമല്ല. ഇപ്പം ഒട്ടും സപ്പോർട്ട് ഇല്ലാത്തവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കയറി വരാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം എന്നാലും കുഴപ്പമില്ല, നമ്മളൊരു എയിം വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിൽ വിജയിക്കാൻ വേണ്ടി പറ്റും. നമ്മളെപ്പോഴും യുണീക്കായിട്ട് വേണം നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പുതിയ പുതിയ വെറൈറ്റിയിലുള്ള ഡിസൈൻസൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്ത് എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ചോദിച്ച് ആദ്യം എന്ന് വെച്ചാൽ വന്നൊന്നും വരത്തില്ല, പതുക്കെ പതുക്കെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മൾ ആ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മാല എന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ അവസാനത്തെ പോർഷനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു മാലയാണിത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ കെമ്പിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് കെമ്പെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം അതിന് തൊട്ടപ്പുറത്തിരിക്കുന്ന പൈപ്പാട്ടോ, പൈപ്പ്. അപ്പോൾ ഈ ഒരു മാല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ എടുത്തിരിക്കുന്ന ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് അഗേറ്റിൻ്റെ ബീഡ്സാണ്. അഗേറ്റിൻ്റെ ബീഡ്സിനും കുറച്ച് റേറ്റ് കൂടുതലാണ്. ഞാനത് ഓഫറിനാട്ടോ ഇത് വാങ്ങിച്ചത്. അപ്പം അഗേറ്റിൻ്റെ ബീഡ്സിനും കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതിന് ഏകദേശം ഒരു 180 അത്രയും റേറ്റൊക്കെ പോകുന്ന ഒരു ബീഡാണിത്. അപ്പം ഇതാണെങ്കിൽ സ്റ്റോൺ ആട്ടോ. അപ്പം കളറ് പോവോ ഇല്ലയോ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത് പൈപ്പാണിത്. അപ്പം ഇതുപോലത്തെ പൈപ്പിന് വലിയ റേറ്റ് ഒന്നുമില്ല, നമുക്ക് നോർമലി റേറ്റ് കിട്ടുന്ന ഒരു സംഭവമാണിത്. എന്നിട്ട് ഞാനിതുപോലെ
ബീഡ്സ് എല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ കെമ്പിൻ്റെ ഈ ഒരു ലോക്കറ്റിനും കെമ്പിൻ്റെ മെറ്റീരിയൽസിനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കെമ്പിൻ്റെ മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നോക്കി വേണം വാങ്ങിക്കാൻ. ഇപ്പം ഞാൻ എടുക്കുന്നത് ഈ സംഭവങ്ങളൊന്നും കളർ പോകുന്നതൊന്നുമല്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ കുറച്ച് ബീഡ്സ് എല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ഞാൻ ആ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ബീഡ്സ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതുകൂടെ കയറ്റി കോർത്ത് കൊടുത്തിട്ട് ഞാൻ ഡോരിയുമായിട്ട് ജസ്റ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് സാരിയുടെ കൂടെ ആണെങ്കിലും ചുരിദാറിൻ്റെ കൂടെ, ചുരിദാറല്ല സാരിയുടെ കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഞാനത് ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് ഡോരിയുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതും ഒരു രണ്ടാമത്തെ ഡിസൈൻ എന്ന് പറഞ്ഞേക്കുന്നത് ഇതാണ്. ഈ ഡിസൈൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ മോഡലൊക്കെ കടകളിലൊന്നും ചെന്നാലൊന്നും നമുക്ക് അങ്ങനത്തേക്ക് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിവിടുത്തെ കടകളിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ മോഡലൊന്നും. ഇപ്പം നമുക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ സാരിയുടെ കളറിനനുസരിച്ച് നമുക്ക് ബീഡ് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം ചുവന്ന കളറാണെങ്കിൽ ആ ഒരു അകേറ്റ് നീല കളറിലെ മാറ്റിയിട്ട് ചുമന്ന് വെക്കാം. കുറച്ച് റോയൽ ബ്ലൂ കളറാണെങ്കിൽ ആ റോയൽ ബ്ലൂവിൻ്റെ ആ ഒരു ഇത് വെക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മാല എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ 2 മാലയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, ചിലർക്ക് അത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എന്നാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.